അവർ ചാനൽ ജേർണി വ്ലോഗ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയിലുള്ള പ്രശസ്തമായ വിനോദസഞ്ചാര പ്രദേശമാണ് പൂവാർ. തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കേ അറ്റത്താണ് പൂവാർ ഗ്രാമം. അതിൻ്റെ അടുത്തുള്ള പൊഴിയൂർ ഗ്രാമം കേരളത്തിൻ്റെ അവസാനമാണ്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന അതിമനോഹരമായ ബീച്ച് ഈ ഗ്രാമത്തിലുണ്ട്. വിഴിഞ്ഞം എന്ന പ്രകൃതിപരമായ തുറമുഖത്തിൻ്റെ അടുത്തായാണ് പൂവാർ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. വേലിയേറ്റ സമയത്ത് കടലുമായി ബന്ധിപ്പിക്കുന്ന അഴിമുഖം പൂവാറിലുണ്ട്. 56 കിലോമീറ്റർ ഉള്ള നെയ്യാർ പുഴ നെയ്യാറ്റിൻകര താലൂക്കിലൂടെ ഒഴുകി അറബിക്കടലിൽ ചേരുന്നത് പൂവാറിന് സമീപമാണ്. ഈ പ്രകൃതി ഭംഗിയാണ് ഇവിടെ ഒരു വിനോദസഞ്ചാര മേഖലയാക്കുന്നത്. പൂവാർ എന്ന പേര് 2 മലയാള വാക്കുകൾ ചേർന്ന് വന്നതാണ്. മാർത്താണ്ഡവർമ്മയാണ് ഈ സ്ഥലത്തിന് ഈ പേര് നൽകിയത് എന്ന കഥ പ്രശസ്തമാണ്. പൂവ് എന്ന മലയാള വാക്കും പുഴ എന്ന അർത്ഥം വരുന്ന ആറ് എന്ന വാക്കും ചേർന്നാണ് പൂവാർ എന്ന പേര് വന്നത്. പൂവാർ ദ്വീപ് റിസോർട്ടിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് തിരുവനന്തപുരം വിമാനത്താവളം. പൂവാറിൽ നിന്ന് 29 കിലോമീറ്റർ അകലെയാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. വർഷത്തിലെ ഏതു മാസവും പൂവാർ സന്ദർശിക്കാം. മഴക്കാലത്ത് സ്ഥലങ്ങൾ പര്യവേഷണം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് അനുയോജ്യമായ സ്ഥലമായിരിക്കും. മുഴുവൻ ഭൂപ്രകൃതിയും പുതുതായി ചായം പൂശിയ വീടുപോലെ ആയിരിക്കും. വേനലിൽ അല്പം ഈർപ്പമുണ്ടെങ്കിലും മറുവശത്ത് കടലിൽ നിന്നും നദിയിൽ നിന്നുമുള്ള തണുത്ത കാറ്റ് തുടർച്ചയായി ഒഴുകുന്നതിനാൽ വേനൽക്കാലത്തിൻ്റെ പ്രഭാവം കാര്യമായി അനുഭവപ്പെടുന്നില്ല. എന്നിരുന്നാലും ഏറ്റവും നല്ല സീസൺ ശീതകാലമായിരിക്കും. പൂവാർ ദ്വീപ് നിങ്ങൾക്ക് വിശ്രമിക്കാനും കേരളത്തിലെ രുചികരമായ ഭക്ഷണം ആസ്വദിക്കാനും ധാരാളം വഴികൾ വാഗ്ദാനം ചെയ്യുന്നു. എന്നിരുന്നാലും പൂവാർ ദ്വീപിൽ നിന്ന് 14 കിലോമീറ്റർ അകലെയാണ് വിഴിഞ്ഞം എന്നറിയപ്പെടുന്ന പ്രകൃതിദത്ത തുറമുഖം. പൂവാറിലെ ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത്. ഇവിടെ 18-ാം നൂറ്റാണ്ടിലെ പാറയിൽ വെട്ടിയുണ്ടാക്കിയ ശില്പങ്ങളുടെ അതുല്യമായ സൗന്ദര്യത്തിന് സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾക്ക് ഗുഹാക്ഷേത്രം സന്ദർശിക്കാം. തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടുകൾക്ക് വളരെ അടുത്താണ് വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നത്. വിഴിഞ്ഞം തുറമുഖം നാവികർ നിറഞ്ഞ ഒരു പ്രധാന പ്രകൃതിദത്ത തുറമുഖമെന്ന നിലയിൽ ചരിത്രപരമായി പ്രാധാന്യമർഹിക്കുന്നു. കോവളത്ത് നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെയാണ് ഈ മനോഹരമായ തുറമുഖം. കേരളത്തിലെ ഗുഹാക്ഷേത്രങ്ങൾ ഇവിടെ കാണാം. പ്രശസ്തമായ ഗുഹാക്ഷേത്രങ്ങൾ തിരുനന്ദിക്കര, വിഴിഞ്ഞം, തുവരങ്കാട്, ഭൂതപാത എന്നിവിടങ്ങളിൽ വിതരണം ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഗുഹാക്ഷേത്രങ്ങളിലെയും പ്രതിഷ്ഠ ശിവനാണ്. പ്രധാനപ്പെട്ട മതപരമായ അവസരങ്ങളിൽ ധാരാളം ഭക്തർ പ്രാർത്ഥിക്കുന്ന ഈ ഗുഹാക്ഷേത്രങ്ങളിൽ ആകൃഷ്ടരായ നിരവധി വിനോദസഞ്ചാരികളെ ഈ ലക്ഷ്യസ്ഥാനം ആകർഷിക്കുന്നുണ്ട്. പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ടതാണ് പൂവാർ ദ്വീപ്. നദി, കായൽ, കടൽ എന്നിവയുടെ സംഗമസ്ഥാനത്തിൻ്റെ തടസ്സമില്ലാത്ത കാഴ്ച നിങ്ങൾ ആസ്വദിച്ചു കഴിഞ്ഞാൽ വിഴിഞ്ഞം മറൈൻ അക്വേറിയത്തിലും കോവളം സർഫ് ക്ലബിലും നിങ്ങൾക്ക് രസകരമായ ചില പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാം. സാഗരിക മറൈൻ റിസർച്ച് അക്വേറിയം എന്നറിയപ്പെടുന്ന വിഴിഞ്ഞം മറൈൻ അക്വേറിയം കോവളത്തിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്.
ഇവിടെ സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കിടയിൽ അക്വേറിയം വളരെ ജനപ്രിയമാണ്. ഇമേജ് പേൾ ടെക്നിക് നിരീക്ഷിക്കുക എന്നതാണ് ഇവിടുത്തെ ഏറ്റവും രസകരമായ ആകർഷണങ്ങളിലൊന്ന്. ഒരു മുത്തുച്ചിപ്പിയുടെ ഉള്ളിൽ ഏത് ആകൃതിയും നട്ടുപിടിപ്പിക്കുന്നതിനും ഒരു പുതിയ മുത്ത് രൂപപ്പെടുന്നതിനും നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനാകും. അക്വേറിയത്തിലെ ഇമേജ് പേൾ ടെക്നിക് പുതിയ മുത്തുകൾ സൃഷ്ടിക്കാൻ ഷെൽ സിമന്റ് ഉപയോഗിക്കുന്നു. അതിൻ്റെ മനോഹരമായ കായലിലൂടെ ആകർഷകമായ ബോട്ട് സവാരി നടത്തുക എന്നതാണ്. ഈ ആകർഷകമായ യാത്ര കണ്ടൽക്കാടുകളുടെ സമൃദ്ധമായ പച്ചപ്പുകളാലും അഴിമുഖങ്ങളുടെ ചടുലമായ നിറങ്ങളാലും ചുറ്റപ്പെട്ട ശാന്തമായ വെള്ളത്തിലൂടെ മൃദുവായി സഞ്ചരിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു. ശാന്തമായ ഈ ഭൂപ്രകൃതിയിലൂടെ നിങ്ങൾ നാവിഗേറ്റ് ചെയ്യുമ്പോൾ ഗ്രാമത്തിൻ്റെ അതിർത്തിയോട് ചേർന്നുള്ള മനോഹരമായ ബീച്ചുകളുടെ കാഴ്ച നിങ്ങളെ സ്വാഗതം ചെയ്യും. വിശ്രമവും പ്രകൃതി സൗന്ദര്യവും ഒരു തികഞ്ഞ മിശ്രിതം വാഗ്ദാനം ചെയ്യുന്നു. സ്ഥലം ഏതുതന്നെയായാലും എല്ലാ പ്രായത്തിലുമുള്ള കുട്ടികൾക്ക് ബോട്ട് സവാരി എപ്പോഴും ഒരു ആനന്ദമാണ്. ഈ യാത്രയ്ക്കിടെ മനോഹരമായ ബീച്ചുകൾ, കണ്ടൽക്കാടുകൾ, അഴിമുഖങ്ങൾ എന്നിവയും നിരീക്ഷിക്കാൻ കഴിയും. നെയ്യാർ അണക്കെട്ടാണ് പൂവാറിലെ കാഴ്ചകൾ കാണുന്നതിന് തികച്ചും അതിശയിപ്പിക്കുന്ന സ്ഥലം. അതേ പേരിൽ നദിയിൽ നിർമ്മിച്ച ഗ്രാവിറ്റി അണക്കെട്ട് നമുക്കവിടെ കാണാം. ചുറ്റുമുള്ള പർവ്വതങ്ങൾ, തടാകങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ എന്നിവയാൽ ഇത് തീർച്ചയായും മനോഹരമായ ഒരു സ്ഥലമാണ്. പൂവാറിലെ അതിശയിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണിത്. പൂവാറിൻ്റെ മനോഹരമായ കാഴ്ചകളിലൂടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളും പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.